ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലതും മനോഹരമായ ദിവസത്തിൻ്റെ ഈ നല്ല സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആ സ്നേഹത്തെയും വന്ദനത്തെയും ആദ്യമായിട്ട് അറിയിക്കുന്നു. ഗിൽഗാൽ മിനിസ്ട്രിയുടെ ഒരു എപ്പിസോഡ് കൂടെ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ തിരുവചനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ അല്പമായി സംസാരിച്ചിരുന്നു, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്. ഇന്ന് സുവിശേഷങ്ങളിൽ നിന്ന് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ, 5ഉം 6ഉം വാക്യങ്ങളെക്കുറിച്ച് ചില നിമിഷങ്ങൾ മാത്രം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്മാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഒരു വലിയ തിരക്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ മുമ്പിലിരിക്കുമ്പോൾ തൻ്റെ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിക്കുകയും അത്ഭുത പ്രവൃത്തികളെ കണ്ട് ആശ്ചര്യത്തോടെ വിശ്വാസത്തോടെ യേശുവിനോട് യാത്ര ചെയ്ത ശിഷ്യന്മാരോട് യേശു ഒരു ചോദ്യം ചോദിക്കുന്നു: ഇവർക്ക് തിന്മാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യക്ഷമായി ഒരു പ്രീ പ്ലാനുമില്ലാതെ പെട്ടെന്ന് ശിഷ്യനോട് ചോദിക്കുന്ന ചോദ്യം അല്പം ആശങ്കയോടുകൂടെ ആ ശിഷ്യൻ കേട്ടെങ്കിലും തൻ്റെ മുൻപരിചയം കൊണ്ട് തനിങ്ങനെ പെട്ടെന്ന് കണക്ക് കൂട്ടി ഇതിനു മുമ്പ് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കണക്ക് കൂട്ടി ഇങ്ങനെ പറഞ്ഞു ഓരോരുത്തരും അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്നുത്തരം പറഞ്ഞു. ഫിലിപ്പോസ് എക്സ്പീരിയൻസ്ഡ് മാന. അദ്ദേഹത്തിൻ്റെ പരിചയം തന്നെ പഠിപ്പിച്ചത്, കഴിഞ്ഞ ദിനങ്ങളിൽ യേശു അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, ഗ്രാമങ്ങളിൽ പോയി അപ്പം കൊണ്ടുവന്നു, ജനങ്ങൾക്ക് കൊടുത്തു. അതൊക്കെ കണ്ട ഫിലിപ്പോസ് പെട്ടെന്ന് പറയുകയാണ്, അല്പം ലഭിക്കേണ്ടത് 200 വെള്ളിക്കാശിന് അപ്പം മതിയാവുകയില്ല. അവിടെ വേറൊരു ശിഷ്യനെക്കുറിച്ച് നമുക്ക് അടുത്ത വാക്കിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ ഒരു കാര്യം, ഇതുകൊണ്ട് തികയുകയില്ല, മതിയാകുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ യേശുവിന് ഇഷ്ടപ്പെട്ട കാര്യം, അന്ത്രയോസിൻ്റെ പ്രത്യേകത, ഒന്നുമില്ല എന്നും പ്രതീക്ഷയൊന്നുമില്ലെന്നും ഇവിടെ ഒന്നുമില്ലെന്നും സകലരും പറഞ്ഞപ്പോൾ അടങ്ങിയിരിക്കാതെ കേട്ട മാത്രമേ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുന്ന ഒരു പ്രകൃതം അന്ത്രയോസിനുണ്ടായിരുന്നു. യേശുവിനത് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് പലപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മുടെ പക്കൽ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. പക്ഷെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട്, മറ്റുള്ളവരുടെ ഇടയിൽ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുന്ന ഒരു മനോഭാവം അന്ത്രയോസിനുണ്ടായിരുന്നു. അതാണ് യേശു ഇഷ്ടപ്പെട്ടത്. ഉണ്ട് എന്ന് പറഞ്ഞ മാത്രം യേശു പറഞ്ഞു, ആൾക്കാരെ ഇരുത്തുവീൻ, പന്തിയായി ഇരുത്തുവീൻ. നമുക്കറിയാൻ കഴിയുന്ന കാര്യം, യേശു പറഞ്ഞാൽ മാറ്റമില്ല. 5000 പുരുഷന്മാരും അതോടൊപ്പം സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ച് വയറ് നിറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് പ്രിയ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നിങ്ങളോട് കർത്താവ് എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് പറയാതെ ഉണ്ട് എന്ന് പറയുന്നൊരു മനോഭാവം ഇന്ന് ഉണ്ടാകട്ടെ. ഈ നല്ല ദിവസം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു ചോദിക്കുന്നു, എന്തെങ്കിലും താങ്കളുടെ പക്കലുണ്ടോ? പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഒന്നും ലഭിക്കില്ല, വരും ദിവസങ്ങളൊന്നും സംഭവിക്കില്ല, പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായും ചിന്തിക്കുമ്പോൾ
ഇന്ന് പകൽക്കാലം ഇന്ന് യേശു ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ഈ ദിവസം തന്നെ നിങ്ങൾ പറഞ്ഞാട്ടെ, യേശുവേ, എൻ്റെ പക്കൽ ഇതുണ്ട്, എനിക്കിത് കഴിയും, എന്നെക്കൊണ്ടിത് കഴിയും, ഞാനിത് ചെയ്യും, ഐ വിൽ ഡു എന്ന് പറയുമ്പോൾ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ പറയുന്നു, ആളിനെ ഇരുത്തുവീൻ, ജനങ്ങളെ ഇരുത്തുവീൻ, അവർക്കിഷ്ടം പോലെ ഭക്ഷിച്ച് മിച്ചം വരുമാറ് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരു യേശുവിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഈ തരുണത്തിൽ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത്, ഈ യേശുവിനെ പരിചയപ്പെടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഒരു അവസരമാണ്. യേശു നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ യേശുവിന് കൊടുക്കാനായിട്ട്? ഒന്നുമില്ലെങ്കിൽ താങ്കൾ തന്നെ യേശുവിന് കൊടുക്കുക. യേശു താങ്കൾക്കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ യേശു സന്നദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഈ നല്ല തോട്ട്സ് നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും പ്രതീക്ഷയും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗിൽഗാൽ മിനിസ്ട്രിയുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം താങ്കളെയും തങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.